മുൻപ് ലവ് ജിഹാദ് ആൻഡ് അതർ ഫിക്ഷൻസ് എന്ന പുസ്തകം പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ലവ് ജിഹാദിൽ തുടങ്ങി കൊറോണ ജിഹാദ്, നാർക്കോട്ടിക്സ് ജിഹാദ്, ഫെർട്ടിലൈസർ ജിഹാദ്, ലാൻഡ് ജിഹാദ് എന്നൊക്കെ ഓരോ വാക്കിന്റെ കൂടെ വെറുതെ ജിഹാദ് എന്ന് ചേർത്തിട്ട് അവർ വലതുപക്ഷം അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് പുതിയൊരു ജിഹാദ് റിലീസായിട്ടുണ്ട്. വോട്ട് ജിഹാദ് എന്നാണ് പേര്. പറഞ്ഞത് വലതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവല്ല, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെയാണ് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ വായിച്ച രണ്ട് പുസ്തകങ്ങൾ, ആ രണ്ട് പുസ്തകങ്ങൾ വളരെയധികം രാഷ്ട്രീയ സാമൂഹ്യ പ്രസക്തിയുള്ള പുസ്തകങ്ങളാണ്. ഈ രണ്ട് പുസ്തകങ്ങൾക്കും കോമൺ ആയിട്ടൊരു തീം വരുന്നുണ്ട്. ഞാൻ ബോധപൂർവം ആ രണ്ട് പുസ്തകങ്ങൾ സെലക്ട് ചെയ്തതല്ല, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന രണ്ട് പുസ്തകങ്ങൾ. ആദ്യത്തേത് പ്രബീർ പുർക്കായിസ്ത എഴുതിയ കീപ്പിംഗ് അപ്പ് ദി ഗുഡ് ഫൈറ്റ് എന്ന പുസ്തകവും രണ്ടാമത്തേത് ബൃന്ദ കാരാട്ട് എഴുതിയ ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന പുസ്തകവും. ലെഫ്റ്റ് വേർഡ് ആണ് ഈ രണ്ട് പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിലെ കോമൺ തീമായിട്ട് വരുന്നത് അടിയന്തരാവസ്ഥ കാലമാണ്. രണ്ട് പുസ്തകങ്ങളിലും ഒരേ കോണ്ടെക്സ്റ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും രണ്ടും എഴുതിയിരിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തെ അനുഭവിച്ചത്, അതിനെ നേരിട്ടത്, അതിനെതിരെ പോരാടിയത് രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടാണ്, രണ്ട് വ്യത്യസ്തമായ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവങ്ങളും വ്യത്യസ്തമാണ്, അവർക്ക് പറയാനുള്ള കാര്യങ്ങളും വളരെയധികം വ്യത്യസ്തമാണ്. ഈ രണ്ടാമത്തെ പുസ്തകം തൽക്കാലം നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം പ്രബീർ പുർക്കായിസ്ത എഴുതിയ കീപ്പിംഗ് അപ്പ് ദി ഗുഡ് ഫൈറ്റ് ഫ്രം ദി എമർജൻസി ടു ദി പ്രസന്റ് ഡേ ഈ പുസ്തകമാണ്. പ്രബീർ പുർക്കായിസ്ത ഇപ്പോൾ വീണ്ടും വാർത്തകൾ നിറഞ്ഞെത്തുന്ന സമയമാണ്. കാരണം 8 മാസത്തെ ജയിൽവാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസം മെയ് 15-ാം തീയതി പ്രബീറിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അദ്ദേഹത്തെ വിട്ടയക്കുകയുണ്ടായി. ആരായിരുന്നു പ്രബീർ പുർക്കായിസ്ത? എന്തിനാണ് അദ്ദേഹം ജയിലിൽ പോയത്? എന്തുകൊണ്ടാണ് ഭരണകൂടത്തിന് അദ്ദേഹത്തോട് ഇത്രയധികം വിദ്വേഷം? പ്രബീർ പുർക്കായിസ്ത എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലെ തന്നെ പ്രബലമായിട്ടുള്ള ഓൺലൈൻ മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കിന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ്. 2023 ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസുകളിലും അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ വീട്ടിലും അവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന ആളുകളുടെ വീട്ടിലും അവിടെ ഫ്രീലാൻസ് ആയിട്ട് പോലും ആർട്ടിക്കിളുകൾ കൊടുത്തിരുന്ന ആളുകളുടെ വീട്ടിലുമെല്ലാം വലിയ തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു റെയ്ഡ് നടക്കുകയും അതിനെ തുടർന്ന് പ്രബീർ UAPA ചുമത്തി അറസ്റ്റിലാവുകയുമാണ് ചെയ്തത്. ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ജോലിക്കാരെയും അവിടെ ഏതെങ്കിലും തരത്തിൽ ആ ഒരു മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ ചോദ്യം ചെയ്ത സമയത്ത് അവരോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഭയങ്കര രസകരമാണ്. നിങ്ങൾ CAA സമരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കർഷക സമരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് ഓർക്കണം. റിപ്പോർട്ട് ചെയ്യുന്നതും വലിയ കുറ്റകരമായിട്ടുള്ള ഒരു അവസ്ഥ. അതിനുശേഷം പ്രബീറിനെ എന്ത് കാരണത്താലാണ് പ്രബീറിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ FIRന്റെ ഒരു കോപ്പിയോ പ്രബീറിന് നൽകുവാൻ ഈ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. പിന്നീട് പ്രബീറിന്റെ FIRന്റെ കോപ്പി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വീണ്ടും വളരെയധികം നമ്മളെ ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലാകാത്ത തരത്തിൽ നമ്മൾ ഇരുത്തി കളയുന്ന കാര്യങ്ങളാണ് ആ FIRൽ ഉണ്ടായിരുന്നത്. അതായത് രാജ്യത്തെ ആളുകളെ കർഷകരെ സർക്കാരിനെതിരെ സമരം ചെയ്യുവാൻ വേണ്ടി ഇളക്കി വിടുന്നു, സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഉള്ളിൽ അതൃപ്തി ഉണ്ടാക്കുന്നു, ജനങ്ങളെ ഇളക്കി വിടുന്നു. ഇങ്ങനെയൊക്കെ വളരെ ബാലിശമായിട്ടുള്ള പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൈനീസ് ഫണ്ടിങ്. പ്രബീറിന് ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിൽ ചൈനീസ് ഫണ്ടിങ് ലഭിക്കുന്നു. ഇങ്ങനെ വളരെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ആ FIRൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ FIR പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിരുന്നില്ല. എന്തായാലും പ്രബീർ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുകയാണ്. പ്രബീറിന്റെ ഈ അനുഭവം, അതായത് ഈ 8 മാസക്കാലം ജയിലിൽ കഴിഞ്ഞ ഈ ഒരു അനുഭവവും ഇത് നമ്മൾ സംസാരിക്കുന്ന പുസ്തകവും തമ്മിൽ വളരെ വലിയ, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലൊരു കണക്ഷൻ ഉണ്ട്. കാരണം ഈ പുസ്തകം പ്രബീർ എഴുതിയിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് 1975 കാലഘട്ടത്തിൽ പ്രബീർ അന്ന് ജയിലിലായ അനുഭവത്തെക്കുറിച്ച് കൂടിയാണ്. ഈ 1975 സെപ്റ്റംബർ മാസം 25-ാം തീയതി JNUവിൽ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന പ്രബീറിനെ അന്ന് JNUവിന്റെ ക്യാമ്പസിൽ മഫ്തിയിലുള്ള പോലീസുകാർ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയുണ്ടായി. പ്രബീറിനെ തന്നെ ഭാഷ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ പട്ടാപ്പകൽ കിഡ്നാപ്പ് ചെയ്യുകയായിരുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രബീറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല ആ ഉദ്യോഗസ്ഥർ അവിടെ വന്നത്. മറ്റൊരു വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്യാൻ വന്നിട്ട് ആ വിദ്യാർത്ഥി ആണെന്ന് തെറ്റിദ്ധരിച്ച് മനഃപൂർവ്വമോ അല്ലാതെയോ പ്രബീറിനെ അവർ കൊണ്ടുപോവുകയും
അങ്ങനെയല്ല, ഇതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ, ഇയാളെ അന്വേഷിച്ചല്ല നിങ്ങൾ വന്നതെന്ന് അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം പറഞ്ഞിട്ടും, പ്രബീർ അടക്കം പറഞ്ഞിട്ടും അവർ അതിനെ ചെവിക്കൊള്ളാതെ 1 വർഷക്കാലമാണ് പ്രബീർ അന്ന് ജയിലിൽ കിടന്നത്. തിഹാർ ജയിലിലും ആഗ്ര ജയിലിലുമായി അദ്ദേഹം ചെലവഴിച്ചത്. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഡസ് എവറി ജനറേഷൻ ഹാവ് ടു ഫേസ് ആൻ എമർജൻസി എന്ന ചോദ്യമാണ്. എല്ലാ തലമുറയും ഒരു അടിയന്തരാവസ്ഥ നേരിടേണ്ടതുണ്ടോ? ഇവിടെ പക്ഷെ ഒരേ തലമുറ, ഒരേ വ്യക്തി 2 അടിയന്തരാവസ്ഥയാണ് നേരിടുന്നത്. ഈ ആദ്യത്തെ ചാപ്റ്ററിൽ ഇദ്ദേഹം പറയുന്നത് അന്നത്തെ അടിയന്തരാവസ്ഥ, പ്രഖ്യാപിതമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥയും ഇന്നത്തെ അപ്രഖ്യാപിതമായ പേരില്ലാത്തൊരു അടിയന്തരാവസ്ഥയും, ഈ 2 കാലഘട്ടങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, എങ്ങനെയൊക്കെയാണ് ഇത് വ്യത്യസ്തമായിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നൊക്കെയുള്ളൊരു താരതമ്യ പഠനമാണ് ആദ്യത്തെ ചാപ്റ്ററിൽ വരുന്നത് തന്നെ. അന്ന് പ്രബീർ അറസ്റ്റിലായിട്ടില്ല, പക്ഷെ എന്തുകൊണ്ടോ വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം വീണ്ടും ജയിലിൽ പോകാൻ ഇടവന്നിരിക്കുകയാണ്. പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് അന്നത്തെ അറസ്റ്റും ആ കാലഘട്ടവും ഒക്കെ ആയിരുന്നെങ്കിലും തന്റെ ഉള്ളിലെ രാഷ്ട്രീയം രൂപപ്പെട്ടത്, തന്നെ സ്വാധീനിച്ച വ്യക്തികൾ, പുസ്തകങ്ങൾ, അനുഭവങ്ങൾ, ഇങ്ങനെ തനിക്കുണ്ടായ തന്നെ സംബന്ധിക്കുന്നതായിട്ടുള്ള തന്റെ ഒരു കാഴ്ചപ്പാട്, തന്റെ വീക്ഷണം, തന്റെ ജീവിതം, ഇതിനൊക്കെ സ്വാധീനിച്ച എല്ലാത്തിനെയും കുറിച്ച് പ്രബീർ ഈ പുസ്തകത്തിൽ വളരെ ഭംഗി എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും, അതായത് ക്യാമ്പസിനുള്ളിലുള്ള രാഷ്ട്രീയവും അതെ ക്യാമ്പസിന് പുറത്ത് രാജ്യമെമ്പാടും അന്ന് നടന്നിരുന്ന ആ ഒരു രാഷ്ട്രീയ സാഹചര്യം, സാമൂഹിക സാഹചര്യം എല്ലാം തന്നെ പ്രബീർ വളരെ ഭംഗിയായി ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേത് മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രബീർ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെ പ്രബീർ എഴുതി വെച്ചിട്ടുണ്ട്. അന്യായമായി ജയിലിലാക്കപ്പെട്ടതിന്റെ സാഹചര്യവും അടിയന്തരാവസ്ഥക്കാലം എത്ര ഭീകരമായാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കുവാൻ പലതരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകം തന്നെയാണിത്. അടിയന്തരാവസ്ഥയെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അന്ന് അന്യായമായി ജയിലിലാക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, അദ്ദേഹത്തിന്റെ അനുഭവം എന്ന നിലയ്ക്ക് തികച്ചും വിലയേറിയ ഒരു വായനാനുഭവം തന്നെയാണ് ഈ പുസ്തകം നൽകുന്നത്. ഒരു വായനാനുഭവം എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. അത് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു രീതിയിൽ നഷ്ടമാവില്ല, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നേട്ടം തന്നെ ആയിരിക്കും. കാരണം വളരെ മറ്റൊരു തരത്തിലുള്ളൊരു പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പുസ്തകമായിരിക്കും ഇത്. ഇംഗ്ലീഷിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വിഷമിക്കേണ്ട. പോരാട്ടം തുടരുക എന്ന പേര് മൂന്ന് പേർ ചേർന്ന്, അത് ശില്പ ഷാജി, അഭിവാദ് MS, ശരത് കുമാർ GL, ഇങ്ങനെ 3 പേർ ചേർന്ന് ഇതിനൊരു മലയാളം പരിഭാഷ എഴുതി ചിന്ത പബ്ലിഷേഴ്സ് അത് പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിന് ഈ പുസ്തകം ലഭ്യമാണ്. അപ്പം സാധിക്കുന്നവരെല്ലാവരും ഈ പുസ്തകം വായിക്കുക. പേരില്ലാത്ത, പ്രഖ്യാപിതമല്ലാത്ത അടിയന്തരാവസ്ഥയെ എങ്ങനെയാണ് നേരിടുന്നത്, അതിനെങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് പ്രബീർ നൽകുന്ന മറുപടി ജനങ്ങൾ ഒന്നിച്ചു വരിക എന്നുള്ളതാണ്. അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ചു വന്ന ജനങ്ങൾ, അവരെ ഒന്നിച്ച് നിർത്തിയ അല്ലെങ്കിൽ അവരെ സംഘടിപ്പിച്ച വ്യക്തികൾ, അതിനെക്കുറിച്ചെല്ലാം പറയുന്ന പുസ്തകമാണ് 2ാമത്തെ പുസ്തകമായ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്നുള്ളത്. ഈ പുസ്തകം അടുത്ത വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയും മറക്കാതെ കാണുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ മിസ്സാകാതിരിക്കുകയും ചെയ്യും. കൂടുതൽ ഇതുപോലുള്ള പുസ്തകങ്ങൾ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പരിചയപ്പെട്ട് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പുസ്തകങ്ങളുടെ പേരുകൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി എഴുതുക. നമ്മൾ വായിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. വീണ്ടും കാണാം. I'm not going to say much. I'm delighted to be out. I'm really happy with the solidarity I've received from all the people and the people in the struggle in various parts of the country. All I can say is that this is going to be a long fight, and of course, the courts are there and we'll fight it before as much as we are able.